KM ഷാജഹാൻ KJ ഷൈൻ ടീച്ചറെ സൈബർ അധിക്ഷേപം നടത്തിയ KM ഷാജഹാൻ അറസ്റ്റിലായിരിക്കുന്നു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, പോലീസ് തീരുമാനിച്ചതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഷാജഹാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കോടതിയിൽ ഹാജരാക്കുന്ന സമയം വരെ വീണ്ടും ഈ ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് DYSP ആണ് ഈ ഷാജഹാൻ്റെ അറസ്റ്റ് സംബന്ധിച്ച കാര്യം സ്ഥിരീകരിച്ചത്. DYSP അല്പം മുമ്പ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ആ ഘട്ടത്തിൽ ചോദിച്ചു, ഷാജഹാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ ചോദിച്ചപ്പോൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ കേസിലെ ആദ്യത്തെ അറസ്റ്റാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഷൈൻ ടീച്ചറെക്കെതിരെ അധിക്ഷേപം പ്രചരിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് തുടക്കമിട്ടയാളെ തന്നെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നാണ് ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്ന് ചോദ്യം ചെയ്യലുണ്ടായ DYSPയുടെ നേതൃത്വത്തിൽ, ആലുവ DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. തുടർന്നാണ് അല്പം മുമ്പ് ഷാജഹാൻ്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. ഷാജഹാനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ റിമാൻഡിലാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് മജിസ്ട്രേറ്റാണ് തീരുമാനിക്കേണ്ടത്. പോലീസ് ഏതായാലും ഇയാളെ റിമാൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുക. അതുകൊണ്ട് ആ നിലയിലേക്കായിരിക്കും നടപടികൾ മുന്നോട്ട് പോകുക. അതിനു മുൻപായി വൈദ്യപരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഈ അപവാദം പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അപവാദ പ്രചരണത്തിന് തുടക്കമിട്ടത് ഈ KM ഷാജഹാനും പറവൂരിലെ കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണനുമാണ് എന്ന് ഷൈൻ ടീച്ചർ നേരത്തെ പരാതിയിൽ പറഞ്ഞിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഈ രണ്ടുപേരെയുമാണ് പ്രതി ചേർത്തിരുന്നത്. പിന്നീട് യാസർ അടപ്പാളിനെയും കേസിൽ പ്രതി ചേർത്തു. അങ്ങനെ 3 പേർ ഈ കേസിൽ പ്രതികളായിക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഷാജഹാൻ വീണ്ടും അപവാദ പ്രചരണം നടത്തി എന്നുള്ളതാണ് ഷൈൻ ടീച്ചർ വീണ്ടും ഒരു പരാതി നൽകിയത്. ഇന്നലെ ഉച്ചയോടെ നൽകിയ പരാതിയിൽ ഷൈൻ ടീച്ചർ പറയുന്നത് ഈ അപവാദ പ്രചരണം അത് ഷാജഹാനെതിരെ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഷാജഹാൻ ഇപ്പോഴും തനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെതിരെ അപവാദ വീഡിയോ പ്രചരിപ്പിക്കുകയാണ് എന്ന്, അതിപ്പോഴും തുടരുകയാണ് എന്ന് സൈബർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു പരാതി സമർപ്പിച്ചിരുന്നു. ആ പരാതി ലഭിച്ച് അതിൽ കേസെടുത്തതിന് പിന്നാലെ തന്നെ ഒരു നിമിഷവും പോലും പാഴാക്കാതെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് ഷാജഹാൻ്റെ വീട്ടിലെത്തി അവിടെ വെച്ച് കയ്യോടെ ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനുശേഷം ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ എത്തിച്ചു. ഏതാനും മണിക്കൂറുകൾ ചോദ്യം ചെയ്യലുണ്ടായി. DYSP അടക്കമുള്ളവർ ഈ ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യം DYSP സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക, റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത നടപടിക്രമം. ഷമി. ഉമേഷ്, ഇയാൾക്കറിയാം, ഷാജഹാൻ അറിയാം ഇതുമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടുക, ഈ തരത്തിൽ ഏതോ ഒരു സിനിമയിൽ ജഗതി പറയുന്ന പോലെ എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള മനോഭാവത്തിൽ നടക്കുകയാണ്. ഇതുപോലെ ഒന്ന് ജയിലിലായി കഴിഞ്ഞാൽ തൻ്റെ ചാനലിന് കുറച്ചുകൂടി റീച്ച് കിട്ടും, കുറച്ചുകൂടി പൈസ കിട്ടും എന്നൊരു ചിന്തയിലാണ് ഇത്രയും അപവാദങ്ങൾ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. നേരത്തെ ഷൈൻ ടീച്ചർ പറഞ്ഞതുപോലെ മാലിന്യങ്ങളാണ് ഇത്തരം മനുഷ്യർ. ഒരു തവണ അയാളെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് ശേഷം വീണ്ടും സമാനമായ കാര്യം ആവർത്തിക്കുകയാണ് ഇയാൾ. ഉമേഷ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിക്കുന്നതും ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് ഷാജഹാൻ. ഒരുപക്ഷെ കോടതിയുടെ ശ്രദ്ധയിൽ അക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. അതുകൊണ്ട് ഉടൻ ജാമ്യം കിട്ടാതിരിക്കാനുള്ള തരത്തിൽ നടപടികൾ പോലീസ് സ്വീകരിക്കാനാണ് സാധ്യത. കാരണം ഇയാളിങ്ങനെ പുറത്തു നിൽക്കുമ്പോൾ അത്രയും സമയം ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് വേണ്ടി തൻ്റെ യൂട്യൂബ് ചാനലിനെ ഉപയോഗിക്കുകയാണ് എന്ന് പോലീസ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലാണ് നടപടികൾ ഉണ്ടായതും. അയാളുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇത് കേസെടുത്ത് വളരെ ഗൗരവത്തോടെ പോലീസ് ഇതിനെ കണ്ട് അതിൽ നടപടി സ്വീകരിക്കുന്നു. ഷാജഹാനെതിരെയും പെട്ടെന്നൊരു അറസ്റ്റിലേക്കൊന്നും പോലീസ് ആദ്യഘട്ടത്തിൽ പോയിരുന്നില്ല. കാരണം അയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഏത് സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. ഒപ്പം ശാസ്ത്രീയമായ തെളിവ് ശേഖരണം നടത്തുന്നു. ഷാജഹാൻ ഈ പ്രചരിപ്പിച്ച ഈ വീഡിയോ അത് എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് അടക്കം ഷാജഹാനിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നത്. ഷാജഹാൻ്റെ മൊബൈൽ ഫോൺ തന്നെ അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാനായിരുന്നു ഷാജഹാനോട് നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ തിങ്കളാഴ്ചത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ വിശദമായ മൊഴിയൊക്കെ പരിശോധിച്ച് ഒരു നടപടിയിലേക്ക് പോവുക, പഴുതടച്ച രീതിയിൽ പോവുക എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ
നിരന്തരം ഇയാൾ ഇത്തരത്തിൽ അപവാദം പ്രചരിപ്പിക്കുകയാണ്. അത് ഷൈൻ ടീച്ചർ തന്നെ നേരത്തെ നൽകിയ പരാതിക്ക് പുറമെ മറ്റൊരു പരാതി കൂടി നൽകേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. തുടർച്ചയായി അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ആ പരാതി വന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്ന് പോലീസ് നിലപാടെടുക്കുകയും അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ അവിടെ ചെന്ന് ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് അങ്ങനെയാണ്. ഇനി ഒരു നിമിഷം പോലും അയാൾക്കൊരു അവസരം നൽകേണ്ടതില്ല, ഇനി വീണ്ടും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തേണ്ടുന്ന ഒരു സാഹചര്യമല്ല ഇതിലുള്ളത് എന്നൊക്കെ പോലീസ് ഉണ്ടായ സാഹചര്യവും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കർശനമായ നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. ഷൈൻ ടീച്ചർ തന്നെ പോലീസിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പോലീസിന് ബിഗ് സല്യൂട്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഒപ്പം ഈ മാലിന്യമുക്ത നവകേരളം, അതായത് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികളിൽ എല്ലാവരും ഭാഗമാകണം എന്ന് ടീച്ചർ സാന്ദർഭികമായി പറയുകയുണ്ടായി. ഏതായാലും കർശന നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ ആദ്യ അറസ്റ്റാണ്, അത് ഷാജഹാനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ, അയാൾ ഒളിവിലുമാണ്, മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിലുണ്ട്. അതുകൊണ്ട് അതിന് തൽക്കാലത്തേക്ക് കോടതിയുടെ തീരുമാനം കാക്കുകയാണ് പോലീസ്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ അതിശക്തമായി എതിർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും എന്താണ് കോടതിയുടെ നിർദ്ദേശം അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗോപാലകൃഷ്ണനോ ഷാജഹാനോ അല്ലാതെ നിരവധി പേർ ഇത്തരത്തിൽ അധിക്ഷേപ പ്രചാരണം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അധിക്ഷേപ പ്രചാരണം തുടരുകയുണ്ടായി. അവരെയൊക്കെ ആ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടമ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം തന്നെ ഏതാണ്ട് 50-ൽ പരം ഫോണുകൾ അത്തരം ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ നിലയിൽ വളരെ ശക്തമായ അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷമി.